ഇന്ന് 2013 ആണ്ട് നവംബർ 14 വ്യാഴാഴ്ച ഉത്രട്ടാതി നക്ഷത്രം 5:35 വരെയുണ്ട്. പകൽ 8:37 വരെ. അതിനുശേഷം രേവതി നക്ഷത്രവുമാണ്. 1189 ആണ്ട് തുലാമാസം 29 ദ്വാദശി തിഥി 31:29 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ്. പകൽ 6:32 മുതൽ 8:44 വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വസ്തുവാഹന ക്രയവിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. 10:11 മുതൽ 10:52 വരെയുള്ള ധനുരാശി സമയത്ത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വസ്തുവാഹന ക്രയവിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും സന്ധി സംഭാഷണത്തിനും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. പകൽ 10:52 മുതൽ 12:48 വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കാവുന്നതാണ്. വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ആവാവുന്നതുമാണ്. ഇന്ന് പകൽ 12:48 മുതൽ 2:32 വരെയുള്ള കുംഭം രാശി സമയത്ത് വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ഭൂമി ഗൃഹം വാഹനം തുടങ്ങിയവ രജിസ്ട്രേഷൻ നടത്തുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനുമൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. നാളെ നവംബർ 15 വെള്ളിയാഴ്ച രേവതി നക്ഷത്രം 7:03 വരെയുണ്ട്. പകൽ 9:13 വരെ. അതിനുശേഷം അശ്വതി നക്ഷത്രമാണ്. നാളത്തെ ദിവസവും പ്രായേണ ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ്. ഇന്ന് പറഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം ഉത്രത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. നമസ്കാരം.